Are you confused about can and could? Then this video is for you. In today's video, we are going to explain when to use can and when to use could. നമുക്കറിയാം സംസാര ഭാഷയിൽ പലരും ക്യാനും കുഡും മാറി മാറി യൂസ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴാണ് ക്യാൻ യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണ് കുഡ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ നമുക്കില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്യാൻ ഏത് സന്ദർഭത്തിൽ യൂസ് ചെയ്യണം, കുഡ് ഏത് സന്ദർഭത്തിൽ യൂസ് ചെയ്യണം എന്നതിനെക്കുറിച്ചിട്ടാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് എബിലിറ്റി അല്ലെങ്കിൽ പോസിബിലിറ്റീനെ കാണിക്കാനാണ്. എന്താണ് എബിലിറ്റി എന്ന് പറയുന്നത്? വാട്ട് യു ആർ ഏബിൾ ടു ഡു നൗ. നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ക്യാൻ ചേർത്ത് പറയാം. എക്സാമ്പിൾസ് നോക്കാം. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഷി ക്യാൻ ഡ്രൈവ് എ കാർ. അവൾക്ക് കാർ ഓടിക്കാൻ കഴിയും. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് ലെസൺ. നമുക്ക് ഈ പാഠം മനസ്സിലാക്കാൻ കഴിയും. ഇതെല്ലാം എന്താണ്? ഒരു എബിലിറ്റി, നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ സെൻറ്റൻസസിലുടനീളം പറയുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം. ദ നെക്സ്റ്റ് പോസിബിലിറ്റി. എന്താണ് പോസിബിലിറ്റി? സംതിങ് ദാറ്റ് ക്യാൻ ഹാപ്പൻ. സംഭവിച്ചേക്കാവുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി പറയാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്യാൻ യൂസ് ചെയ്യാം. എക്സാമ്പിൾസ് നോക്കാം. ഇറ്റ് ക്യാൻ റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യാം. ദിസ് റോഡ് ക്യാൻ ബി ഡേഞ്ചറസ്. ഈ റോഡ് അപകടകരമായിരിക്കാം. നമുക്ക് അത്ര ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ്, അതായത് പോസിബിലിറ്റിയാണ്, സാധ്യതയാണ്. അപ്പോൾ സാധ്യതയെക്കുറിച്ച് പറയാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്യാൻ യൂസ് ചെയ്യാം. ദെൻ അടുത്തതായി പ്രസൻറ്റ് എബിലിറ്റിനെ കാണിക്കാനും പോസിബിലിറ്റിനെ കാണിക്കാനും ക്യാൻ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ പെർമിഷൻ ചോദിക്കാൻ, അതായത് അനുവാദം ചോദിക്കാൻ, ഇൻഫോർമലായി അനുവാദം ചോദിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്യാൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും അനുവദിക്കാൻ, അതിനും അനുവാദം ചോദിക്കാനും അനുവാദം കൊടുക്കാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്യാൻ യൂസ് ചെയ്യാം. എക്സാമ്പിൾസ് നോക്കാം. യു ക്യാൻ ഗോ നൗ. നിനക്കിനി പോകാം. ക്യാൻ ഐ കം ഇൻ. ഞാൻ അകത്തേക്ക് വരട്ടെ. ഇതെല്ലാം എന്താണ്? അനുവാദം ചോദിക്കലും അനുവാദം കൊടുക്കലുമാണ്. ഇൻഫോർമലായി അനുവാദം കൊടുക്കാനും അനുവാദം ചോദിക്കാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്യാൻ യൂസ് ചെയ്യാം. ഇനി റിക്വസ്റ്റ് ചെയ്യാൻ, ഇൻഫോർമലായി അപേക്ഷ ചോദിക്കാൻ അല്ലെങ്കിൽ അപേക്ഷിക്കാൻ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ക്യാൻ യൂസ് ചെയ്യാം. ക്യാൻ യു ഹെൽപ്പ് മീ. നിനക്ക് എന്നെ സഹായിക്കാമോ? ക്യാൻ യു ഓപ്പൺ ദ ഡോർ. നീ വാതിൽ തുറക്കാമോ? ഇതെല്ലാം എന്താണ്? ഒരു റിക്വസ്റ്റ് ആണ് അല്ലെങ്കിൽ അപേക്ഷയാണ്. ഇൻഫോർമലായി ആരോടെങ്കിലും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ക്യാൻ യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമുക്ക് കുഡ് നോക്കാം. കുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് എബിലിറ്റിനെ കാണിക്കാനും പോസിബിലിറ്റിനെ കാണിക്കാനും കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് ചോദിക്കാനുമാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുക. എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, പാസ്റ്റ് എബിലിറ്റി. പാസ്റ്റ് എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നേ ചെയ്യാൻ കഴിയുമായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല, മുൻപ് എനിക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? കുഡ് യൂസ് ചെയ്യാം. ക്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ കുഡ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? മുൻപ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ കുഡ് യൂസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കാം. ഐ കുഡ് സ്വിം വെൻ ഐ വാസ് 5. 5 വയസ്സുള്ളപ്പോൾ എനിക്ക് നീന്താൻ കഴിഞ്ഞിരുന്നു. ഷി കുഡ് റീഡ് വെരി ഫാസ്റ്റ് ആസ് എ ചൈൽഡ്. കുട്ടിയായിരിക്കുമ്പോൾ അവൾ വേഗത്തിൽ വായിക്കുമായിരുന്നു. ഇതെല്ലാം എന്താണ്? മുന്നേ ചെയ്യാൻ കഴിഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പാസ്റ്റ് എബിലിറ്റിനെ കാണിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കുഡ് യൂസ് ചെയ്യുന്നത്. ഇനി പോസിബിലിറ്റിനെ കാണിക്കാനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കുഡ് യൂസ് ചെയ്യുന്നുണ്ട്. നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാനും നമ്മൾ എന്തിനെ കാണിക്കാനായിട്ട് യൂസ് ചെയ്യും? പോസിബിലിറ്റിനെ കാണിക്കാനും യൂസ് ചെയ്യും. പക്ഷേ കുഡ് യൂസ് ചെയ്യുമ്പോൾ അത്രത്തോളം നമുക്ക് ഉറപ്പില്ല. ക്യാൻ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി ഉറപ്പുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്യാൻ യൂസ് ചെയ്യാം. പക്ഷേ അത്രയും പോലും നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കുഡ് യൂസ് ചെയ്യാം. ഇറ്റ് കുഡ് റെയിൻ ലേറ്റർ. പിന്നീട് മഴ പെയ്യാം. അത്ര ഷുവർട്ടി ഇല്ല നമുക്ക്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോസിബിലിറ്റിനെ കാണിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കുഡ് യൂസ് ചെയ്യാം. കുറച്ചും കൂടി ഉറപ്പോട് കൂടിയാണ് നിങ്ങൾ ആ പോസിബിലിറ്റി പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്യാൻ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അത്രത്തോളം ഉറപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? കുഡ് യൂസ് ചെയ്യാം. ദിസ് കുഡ് ബി ദ റൈറ്റ് ആൻസർ. ഇത് ശരിയായ ഉത്തരമായിരിക്കാം. അത്ര ഉറപ്പില്ല. ദിസ് ക്യാൻ ബി ദ റൈറ്റ് ആൻസർ. കുറച്ചും കൂടി ഉറപ്പുണ്ട് നിങ്ങൾക്ക് റൈറ്റ് ആൻസർ ആയിരിക്കാം എന്നതിനെക്കുറിച്ച്. അപ്പോൾ അതാണ് അവിടെ ഡിഫറൻസ്. ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിലിറ്റിനെ കാണിക്കുമ്പോൾ കുറച്ചും കൂടി ഉറപ്പുണ്ട്. അതേസമയം കുഡ് ആണെങ്കിൽ അത്രയും ഉറപ്പ് നിങ്ങൾക്കില്ല. ഇനി പെർമിഷൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? കുഡ് യൂസ് ചെയ്ത് പെർമിഷൻ ചോദിക്കുന്നത് കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫോർമൽ ആയിട്ട് ചോദിക്കാനാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യാം. ക്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഫോർമൽ ആയിട്ട് ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് കുറച്ചും കൂടി ഫോർമൽ ആയിട്ട് ചോദിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കുഡ് യൂസ് ചെയ്യാം. കുഡ് ഐ യൂസ് യുവർ ഫോൺ. എനിക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാമോ? കുഡ് ഐ ലീവ് ഏർലി ടുഡേ. എനിക്കിന്ന് നേരത്തെ പോകാമോ? കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് നമ്മൾ പെർമിഷൻ ചോദിക്കുമ്പോൾ നമ്മൾ കുഡാണ് യൂസ് ചെയ്യേണ്ടത്. ഇൻഫോർമൽ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് യൂസ് ചെയ്യണം? ക്യാൻ യൂസ് ചെയ്യണം. ദെൻ റിക്വസ്റ്റ്. പൊളൈറ്റ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കുഡ് യൂസ് ചെയ്യാം. ക്യാനിനേലും കുറേ കൂടി പൊളൈറ്റ് ആണ് എന്ത്? കുഡ്. കുഡ് യു ഹെൽപ്പ് മീ. എന്നെ സഹായിക്കാമോ? കുഡ് യു പാസ് ദ സോൾട്ട്. ഉപ്പ് തരാമോ?
ഇതെല്ലാം കുറച്ചും കൂടി നമ്മൾ പൊളൈറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ പൊളൈറ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ നമ്മളെപ്പോഴും എന്താണ് യൂസ് ചെയ്യേണ്ടത്? കുഡാണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് കുഡ് ഹാവിൻ്റെ യൂസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് പാസ്റ്റ് പോസിബിലിറ്റിനെ പറ്റി പറയാനാണ് നമ്മൾ കുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. എന്താണ് പാസ്റ്റ് പോസിബിലിറ്റി? മുൻപ് അങ്ങനെ സംഭവിക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കുഡ് ഹാവ് യൂസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കാം. ഐ കുഡ് ഹാവ് വോൺ ദ ഗെയിം. എനിക്ക് കളി ജയിക്കാമായിരുന്നു. ഷീ കുഡ് ഹാവ് കോൾഡ് മീ. അവൾക്ക് എന്നെ വിളിക്കാമായിരുന്നു. അപ്പോൾ പാസ്റ്റ് മുന്നേ അങ്ങനെ സംഭവിക്കാമായിരുന്നു എന്നതിനെപ്പറ്റി പറയാൻ നമ്മൾ കുഡ് ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലൊരു ടിപ്പ് നോക്കാം. സംസാരിക്കുമ്പോൾ നമ്മളെപ്പോൾ ക്യാൻ യൂസ് ചെയ്യണം, എപ്പോൾ കുഡ് യൂസ് ചെയ്യണം എന്നതിനെക്കുറിച്ച്. ക്യാൻ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടുള്ള ടോക്കിലോ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ക്യാൻ യൂസ് ചെയ്യാം. അതേസമയം കുറച്ചും കൂടി റെസ്പെക്ട്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുഡ് യൂസ് ചെയ്യാം. ഇത്രയൊക്കെയാണ് ക്യാനും കുഡും തമ്മിലുള്ള ഡിഫറൻസസ്. ഇനി ക്യാനും കുഡും വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് ഞാൻ 2 ഷോർട്സ് കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ഷോർട്സിൽ ക്യാൻ യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസസും അതേപോലെ തന്നെ കുഡ് യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസസും ഉണ്ട്. അപ്പോൾ ആ സെൻറ്റൻസസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാനൊരു കോൺവെർസേഷനും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആ കോൺവെർസേഷനിലുടനീളം ക്യാനും കുഡും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. അങ്ങനെ 2 ഷോർട്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി നിങ്ങൾ വാച്ച് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്യാൻ എവിടെ യൂസ് ചെയ്യണം, കുഡ് എവിടെ യൂസ് ചെയ്യണം എന്നതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.